തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് അർഹനായ ഒരാളെന്ന് പറയുന്നത് എം ലിജു ആണ്. വി.ഡി. സതീശൻ കേരളം കണ്ട ഏറ്റവും ക്രൂക്കളായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത് എന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിൽ നമ്മൾ കാണാത്ത അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ കിയാമന്നാൾ വരെ അവിടെ ഇരിക്കണം, അവിടെ നിന്ന് മയ്യത്താകുക എന്നല്ലാതെ ഒരു മാറി കൊടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല. എം ലിജു അതിനൊന്നും പോകാത്ത ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അത്രയും മാന്യത എങ്ങനെയാണ് ഇയാൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അപ്പം ഇദ്ദേഹത്തെ രാജ്യസഭ എം പി ആയിട്ട് ഇതിനു മുമ്പ് പരിഗണിച്ചിരുന്നതാണ്. അവസാന നിമിഷം വരെ അവസാന ഘട്ടത്തിൽ പൈസയും കായും മേടിച്ചുകൊണ്ട് അത് ജെബി മേത്തർക്ക് വിറ്റു. കൊച്ചിയിലും വൈപ്പിലും സതീശൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തണം, വി.ഡി. സതീശന്. അതിന് വേണ്ടിയിട്ട് സതീശൻ ഒരു എ ഗ്രൂപ്പ് വികാരം ഉണ്ടാക്കി ഫോക്കസ്ഡായി പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ എം ലിജു വളരെ വൈദഗ്ധ്യമുള്ള ആളാണ്. എം ലിജു മത്സരിച്ചു, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിച്ചു, അമ്പലപ്പുഴയിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെയും ദീപക് ജോയി മത്സരിച്ച് 2021 വൈപ്പിലിൽ മത്സരിച്ച് ഈ ഒന്നിനും കൊള്ളാത്ത KN ഉണ്ണികൃഷ്ണനോട് ദയനീയമായി പരാജയപ്പെട്ടതാണ്. നമസ്കാരം. നമസ്കാരം. തൃപ്പൂണിത്തറയിൽ എം ലിജുവിനെ ഒതുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? വി.ഡി. സതീശൻ കേരളം കണ്ട ഏറ്റവും ക്രൂക്കളായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത് എന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹം നല്ല ലീഡറാണ്, നന്നായിട്ട് ക്യാപ്റ്റൻസി പവർ ഉണ്ട്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയുന്ന ആളാണ്. പക്ഷേ എം ലിജുവിനെ പോലെ വളർന്നു വരുന്ന ഒരു നേതാവിനെ അയാളെ വഴിയാധാരമാക്കുന്ന ഒരു സമീപനത്തിലേക്ക്, അതായത് എന്നെ അംഗീകരിക്കുന്നവർ, ഇനി എന്നെ മുഖ്യമന്ത്രിയാക്കാൻ നിൽക്കുന്നവർ മാത്രം മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഭരണം കിട്ടണമെന്നേ, 70 സീറ്റ് കിട്ടണം. അതിൻ്റെ ഇടയിൽ കൂടി വെട്ടലും പിടിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം ലിജുവിനെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരിഗണിക്കപ്പെട്ടിരുന്നത് സ്ഥാനം ഒഴിയുന്ന MLA കെ ബാബു തന്നെ അവിടെ എം ലിജുവിൻ്റെ പേരാണ് ആദ്യം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ലിജു മുമ്പ് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഇടത് വേവ് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് വേവ്. ഇപ്പം ഭരണവിരുദ്ധ തരംഗം ഉണ്ടെന്ന് ഇവർ പറയണം. ആ തരംഗം മാറിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് മുഴുവൻ കോൺഗ്രസ് വിരുദ്ധ തരംഗമായി മാറിക്കൊണ്ടിരിക്കുക. ഡൽഹിയിലെ അഭ്യാസവും നാടകമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഏതെങ്കിലും ലോകത്തൊരു പാർട്ടിയുടെ ചർച്ച നടക്കുന്നുണ്ടോ? ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഇന്ത്യയിലെ കാര്യമല്ല, കേരളത്തിലെ കാര്യമല്ല. കുറേ ദിവസമായിട്ട് ഇവിടുന്ന് ഡൽഹിയിൽ കുറേ എണ്ണം പോയിട്ട് അവിടെ നിൽക്കുക. കണ്ടിപ്പോൾ MP-മാരെ ക്വാർട്ടേഴ്സ് പിന്നെ ദില്ലി പോലീസ് വന്നിട്ട് ആൾക്കാരെ ഇറക്കി വിടുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് പറയണത്. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. കേരളത്തിലുള്ള അത്രയും ചാനൽ വേറെ പുറത്തില്ല. ദേശീയ ഭാഷയിൽ ഹിന്ദിയിലും കൂടി ഇത്ര ചാനലുണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാവരും പോയി നിൽക്കുകയാണ്. കാരണം ഇവരുടെ അടുത്ത് ബൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പുട്ടിന് തേങ്ങട്ടമാര് സതീശൻ വന്നിട്ട് അവസാന തീരുമാനം എടുത്തിട്ട് 24 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിക്കുന്നു പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. ആ 24 മണിക്കൂർ കഴിയുമ്പോൾ പത്രക്കാരെ കണ്ടിട്ട് പ്രഖ്യാപിച്ചാൽ പോരെ? 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂർ കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഞാൻ സംശയം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത കൊല്ലം പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ ഇവർ 2032 തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുള്ളൂ എന്നുള്ളതും എനിക്കറിയില്ല. കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഈ 5 കൊല്ലം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലാന്ന് തീരുമാനിക്കുമോ എന്നുള്ളത്. കെ ബാബു സ്വയം സ്ഥാനം ഒഴിഞ്ഞതാണ്. കെ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഇരിക്കൂരിലെ KC ജോസഫും സ്വയം സ്ഥാനം ഒഴിഞ്ഞാണ്. കേരളത്തിൽ നമ്മൾ കാണാത്ത അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ കിയാമന്നാൾ വരെ അവിടെ ഇരിക്കണം, അവിടെ നിന്ന് മയ്യത്താകുക എന്നല്ലാതെ ഒരു മാറി കൊടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ൻ്റെ 2020 തൊട്ട് 25 വരെ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിരുന്ന അനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അനിൽകുമാറും ബമ്പൻ കാൻഡിഡേറ്റാണ്. നെഗറ്റീവ് പറയാനില്ലാത്ത ഒരു പൊളിറ്റീഷ്യനാണ്. ആളുകളോട് മാന്യമായി സംസാരിക്കും, അഹങ്കാരമില്ല, ജാടല്ല, കൃത്രിമത്വങ്ങളില്ല. അതുമല്ല ഒരു പെർഫെക്റ്റ് ഓർഗനൈസറുമാണ്, ഒരു പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേറ്ററും ആയിരുന്നു മേയർ എന്നുള്ള രീതിയിൽ. അയാൾ മേയറായതുകൊണ്ടല്ല അവിടെ തോറ്റുപോയത്. അവിടെ വേറെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് കൊച്ചി കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു പോയത്. അപ്പം മൂപ്പര് സ്ഥാനാർത്ഥിയാവും എന്നുള്ളൊരു ധാരണ വന്നപ്പം മൂപ്പര് നായരാണ്. അവർ ഈഴവ കാൻഡിഡേറ്റിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ രക്ഷയുള്ളൂ എന്നുള്ളത് വന്നപ്പോൾ അതിന് പറ്റുന്ന അതേപോലെ പ്രതിച്ഛായുള്ള ഒരാളെ കൊണ്ടുവരണം. ആ പ്രതിച്ഛായുള്ള ആളാണ് എം ലിജു. എം ലിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ വന്നതാണ്. അദ്ദേഹം ഹരിപ്പാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് MSM കോളേജ് കായംകുളത്തുനിന്ന് ഫിസിക്സിൽ ഡിഗ്രി കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB എടുക്കുന്നു, LLM എടുക്കുന്നു. ആ കാലത്താണ് തിരുവനന്തപുരം ലോ കോളേജ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി KSC പിടിച്ചെടുക്കുന്നത്. ആ യൂണിയനിൽ എഡിറ്ററായിരുന്നു. എം ലിജുവും PC വിഷ്ണുനാഥും ഒക്കെ അന്ന് അവിടെ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴാണ് ഇവരുടെ പാനലിൽ അവിടെ നിന്ന് ആദ്യമായിട്ട് SFIൻ്റെ അടുത്ത് നിന്ന് KSC പിടിച്ചെടുക്കുന്നു. KSC പിടിച്ചെടുക്കുമ്പം അതിൽ സ്റ്റുഡൻറ്റ് എഡിറ്ററായിട്ട് മാറിയിട്ടുള്ള യൂണിയൻ എഡിറ്ററായിരുന്ന ആളാണ് എം ലിജു. അങ്ങനെ KSCയിലൂടെ കടന്നു വന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി മാറി. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് കണ്ട് എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിലൂടെ എം ലിജു ഗ്രൂപ്പുകൾക്ക് പരിഗണിക്കാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറി. പക്ഷേ ഇരുത്തം വന്ന നേതാവാണ്. വളരെ സഭ്യമായ ഭാഷയെ ഉപയോഗിക്കുകയുള്ളൂ, വളരെ അക്കാദമിക് നിലവാരമുള്ള രീതിയിലേ സംസാരിക്കുകയുള്ളൂ. ചാനൽ ചർച്ചകളിൽ പോയ എതിരാളികളെക്കുറിച്ച് മോശപ്പെട്ടൊരു വർത്തമാനം പറയില്ല, വ്യക്തിഹത്യയിലേക്ക് പോകാറില്ല.
നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് മുഴുവൻ വിളിച്ചു പറയും, പിന്നെ വലിച്ചു വരി ചുമരം പൊട്ടിച്ചിട്ട് നമ്മൾ അടങ്ങുള്ളൂ. പക്ഷേ എം ലിജു അതിനൊന്നും പോകാത്ത ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അത്രയും മാന്യത എങ്ങനെയാണ് ഇയാൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതെന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ KPCCയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയി. കെ സുധാകരൻ പ്രസിഡന്റ് ആകുമ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ദ പ്രസിഡന്റാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരേക്കാൾ മേലെയാണ്. കാരണം KPCCയിലെ മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് KPCC പ്രസിഡന്റ് പോലെയല്ല, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. AICCയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അതിനു മുമ്പ് വർഷങ്ങളോളം അഹമ്മദ് പട്ടേലായിരുന്നു സ്ഥാനത്തിരുന്നത്. നിലവിൽ പിന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിൽ. അപ്പം ഇദ്ദേഹത്തെ രാജ്യസഭ MP ആയിട്ട് ഇതിനു മുമ്പ് പരിഗണിച്ചിരുന്നതാണ് അവസാന നിമിഷം വരെ. അവസാന ഘട്ടത്തിൽ പൈസയും കായും മേടിച്ചുകൊണ്ട് അത് JB മേത്തർക്ക് വിറ്റു ആ സീറ്റ് എന്നുള്ളതാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ള ആക്ഷേപം. എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ പൈസ കൊടുക്കണമെന്ന് മേടിക്കണമെന്ന് കണ്ടിട്ടില്ല. എന്തായിരുന്നാലും മേടിക്കേണ്ടവർ മേടിച്ചൊന്നും കൊടുക്കേണ്ടവർ കൊടുത്തു എന്നും അങ്ങനെയാണ് രാജ്യസഭാ സീറ്റ് പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ള ആക്ഷേപം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ സജീവമാണ്. മാത്രമല്ല 2021 ഇദ്ദേഹം പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിവായ ഒരാളാണ്. ആലപ്പുഴ ജില്ലയിൽ DCC പ്രസിഡന്റ് ആകുമ്പോഴും മികച്ച DCC പ്രസിഡന്റ് ആയിരുന്നു. ശുക്കൂറിനേക്കാളൊക്കെ കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. അത് മാത്രമല്ല ഇപ്പം ലിജുവിനെ മാറ്റി ദീപക് ജോയിയെ കൊണ്ടുവരാം എന്നുള്ളൊരു ആലോചനയിലേക്ക് അവർ പോകുന്നത്. M ലിജു ഈഴവ സമുദായക്കാരനാണ്, ദീപക് ജോയിയും ഈഴവ സമുദായക്കാരനാണ്. അതായത് പിന്നെ അനിൽകുമാർ അല്ല സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണനാണ്, മുൻ വൈപ്പിൻ MLA. KN ഉണ്ണികൃഷ്ണന് വൈപ്പിൻകാർ പറഞ്ഞു ഈ മുതലിനെ ഞങ്ങൾക്ക് വേണ്ട, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. കാരണം വൈപ്പിൽ ഇനി നിർത്താൻ പറ്റില്ല എന്നുള്ളത് വൈപ്പിൻ്റെ CPM പറഞ്ഞു. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ കൊണ്ടിടുന്നത്. കാരണം KN ഉണ്ണികൃഷ്ണന് ഒരു ടൈമും കൂടി കൊടുക്കും വേണം, ഇല്ലെങ്കിൽ ഇയാൾ പണങ്ങിയാലോ, ഇയാൾ വേറെ വല്ല പാർട്ടിയിലും പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കാരണം വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബർ, പിന്നെ കേരളം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞ മാതിരി വാതിൽ ചവിട്ടിപ്പൊളിക്കലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെ KN ഉണ്ണികൃഷ്ണൻ്റെ ട്രാക്ക് ഹിസ്റ്ററി അത്ര നല്ലതല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനകത്ത് ചില വസ്തുതകളുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ KN ഉണ്ണികൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പം ഇവർക്ക് തോന്നി KN ഉണ്ണികൃഷ്ണൻ മോശപ്പെട്ട സ്ഥാനാർത്ഥി വന്നു. അപ്പം ഇത് നേരെ സതീഷിന് കളി കളിച്ചു. കൊച്ചിയിലും വൈപ്പിലും സതീഷിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തണം, BD സതീഷിന്. അതിന് വേണ്ടിയിട്ട് സതീശൻ ഒരു A ഗ്രൂപ്പ് വികാരം ഉണ്ടാക്കി. കെ ബാബു A ഗ്രൂപ്പുകാരനായിരുന്നല്ലോ. കാരണം ഉമ്മൻചാണ്ടിൻ്റെയൊക്കെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. KC ജോസഫിനെ പോലെ, തിരുവഞ്ചൂരിനെ പോലെ ഒക്കെ, ബെന്നി ബഹനാനെ പോലെയൊക്കെ അങ്ങനെ A ഗ്രൂപ്പിൻ്റെ ആര്യാടൻ മൗമേനെ പോലെ അങ്ങനെ നിന്നിരുന്ന ഒരാളാണ് കെ ബാബു. ഒരു A വികാരം ഉണ്ടാക്കി. A വികാരം ഉണ്ടാക്കിയിട്ട് സതീഷിൻ്റെ ഗെയിമായിരുന്നു, പൊളിറ്റിക്കൽ ഗെയിം, വാർ സ്ട്രാറ്റജി. പക്ഷേ അത് വളരെ ക്രൂക്കലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ണിങ് ആകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും കണ്ണിങ്ങാണ് നമ്മുടെ ലൈഫിൽ. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ കുരുട്ട് ബുദ്ധിൻ്റെ അങ്ങേ തറക്കിക്ക് സതീശൻ പോയിട്ട് ഇവരെ ഒന്ന് സ്ക്രൂ കയറ്റി അങ്ങനെ ഇത് A ഗ്രൂപ്പിൽപ്പെട്ട ദീപക് ജോയിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു. ദീപക് ജോയി നിലവിൽ ഡെപ്യൂട്ടി മേയറാണ്. ദീപക് ജോയി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുന്നൊരു സ്ഥിതി നിലവിലൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ M ലിജു ആണെങ്കിൽ ഒരു ചരിത്ര റെക്കോർഡിന് വിജയിക്കും. ഇദ്ദേഹവും ഈഴവ സമുദായ അംഗമാണ്. അത് മാത്രമല്ല ലിജു അങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും നിൽക്കുന്ന ഒരാളല്ല. KN ഉണ്ണികൃഷ്ണൻ വന്നപ്പോഴാണ് ഇങ്ങനെ റീതിങ്കിങ് ഉണ്ടായതും ഇതിനെനിക്കൊരു ചാൻസ് ഉണ്ടല്ലോ, സ്കോപ്പ് ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെ സതീശൻ ആലോചിച്ചതും. സതീശൻ പിന്നെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ പൊളിറ്റിക്കൽ ഗെയിം കളിച്ചിരുന്നു വല്ലാതെ. എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് കളിച്ചിരുന്നു. അത് സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കളിയൊക്കെ എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ലിജുവിനെ കായംകുളത്ത് നിർത്തുക എന്നുള്ളതാണ്. കായംകുളത്ത് ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലമാണ്. ഇപ്പം ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു കോട്ടയാണ്. G സുധാകരൻ പോയാലും അവിടെ ചുക്ക് സംഭവിക്കാൻ പോലില്ല. പിന്നെ ഭരണവിരുദ്ധ തരംഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. മാത്രമല്ല കായംകുളത്ത് BJP നന്നായിട്ട് വോട്ട് പിടിക്കുന്ന സ്ഥലമാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ട് അവർ കണക്കൂട്ടിയിട്ടുള്ളതാണ്. കായംകുളവും അമ്പലപ്പുഴയിലും ഒക്കെ അവർ ഒരുപാട് സാധ്യതകൾ കാണുന്നതാണ്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നതാണ്. അതായത് A ക്ലാസ് മണ്ഡലമാണ്. ലോക്സഭയ്ക്ക് അവർ നന്നായിട്ട് വോട്ട് പിടിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ദീപക് ജോയി വൈപ്പിൻ മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. M ലിജു മത്സരിച്ചു, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിച്ചു, അമ്പലപ്പുഴയിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെയും ദീപക് ജോയി മത്സരിച്ച് 2021 വൈപ്പിനിൽ മത്സരിച്ച് ഈ ഒന്നിനും കൊള്ളാത്ത KN ഉണ്ണികൃഷ്ണനോട് ദയനീയമായി പരാജയപ്പെട്ടതാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഉള്ള ഒരാളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മൂപ്പര വിദ്യാഭ്യാസ യോഗ്യത എന്താ വെച്ചാൽ 10ാം ക്ലാസ്സാണ്. അയ്യപ്പൻകാവ് SNDP സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അതേസമയം മറ്റേ ആളെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLCക്ക് 535 മാർക്കാണ്. ഹൈ ഡിസ്റ്റിങ്ഷനാണ്. 600-ാണ് 535. ഹൈ ഡിസ്റ്റിങ്ഷൻ മേടിച്ച ഒരാളാണ് M ലിജു. അതായത് അത്രയും നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴും കൂട്ടത്തിൽ സംഘടനാ പ്രവർത്തനം കൂടി നടത്തിയിട്ടാണ് ഈ മാർക്ക് മേടിക്കുന്നത്. അങ്ങനെ വന്ന് അദ്ദേഹം LLM കഴിഞ്ഞ ആളാണെന്ന് ഞാൻ പറഞ്ഞു. KSUവിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ യൂണിയൻ എഡിറ്ററായിട്ട് ലോ കോളേജിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമൊന്നുമല്ല, സെൻട്രൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ദേശീയ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇദ്ദേഹത്തെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദ ജൂബിലി സമ്മേളനം നടത്തിയപ്പം, കോൺഗ്രസ് നടത്തിയപ്പം അതിൻ്റെ കൺവീനറായിട്ട് നിശ്ചയിച്ചത് എം ലിജുവിനെയാണ്. അത് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തു. മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ വന്നതാണ്. ആ ചടങ്ങ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് സംഘടിപ്പിച്ചത് മുഴുവൻ എം ലിജു ആണ് അതിൻ്റെ ഓർഗനൈസർ. അതായത് ലീഡറാണ്, ഒരു നല്ല ഓർഗനൈസിങ് സ്കില്ലുള്ള ആളാണ്, അതോടൊപ്പം തന്നെ നല്ല ഒറേറ്ററാണ്. കാര്യങ്ങൾ കൃത്യമായി പറയാനും പറഞ്ഞ് അവതരിപ്പിക്കാനും അതിൽ അനാവശ്യമായ ഒരു വാക്കുപോലും കൂടിച്ചേരാതിരിക്കാനും എന്നാൽ ആവശ്യമുള്ള ഒരു വാക്കുപോലും അതിലില്ലാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ഒരാളാണ് എം ലിജു. ചാനൽ ചർച്ച കണ്ടാൽ തന്നെ നമുക്കറിയാം, പ്രസംഗങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം. ആൾക്കാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ആവേശപ്രസംഗം നടത്തുന്നില്ല എന്നേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ സ്പെസിഫിക്കായി ഫോക്കസ്ഡായി പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ എം ലിജു വളരെ വൈദഗ്ധ്യമുള്ള ആളാണ്. അങ്ങനെ ഒരു അക്കാദമിക് പ്രഭാഷകൻ ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരാൾ മുസ്ലിം ലീഗ് ഉണ്ട്, കെ എൻ എ ഖാദറൊക്കെ ഉണ്ട്. കോൺഗ്രസിനകത്ത് അങ്ങനെ ആളില്ല പറയാൻ. ഇവിടെ കിടന്നിട്ട് വെല്ലുവിളിക്കാൻ അറിയണവർ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ തേങ്ങ ഉടയ്ക്കും, പിന്നെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഞാനിപ്പോൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വി ഡി സതീശൻ പോയിട്ട് എന്തായി, ദുബായി പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നല്ല 3-4 മാസം മുമ്പ്. എന്നിട്ട് എന്താ ഇതുവരെ പൊട്ടിക്കാത്തത്? ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക മൂപ്പര്. ഞാൻ വെറുതെ പറയുന്നതല്ല, വിരലൊക്കെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞു വി ഡി സതീശൻ. ചരിത്ര കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയിരുന്നല്ലോ. അപ്പോൾ ആ പരിപാടി നടത്തിയപ്പോൾ അതിൻ്റെയും കൺവീനർ എം ലിജു ആയിരുന്നു. അപ്പോൾ എം ലിജു ആദ്യം ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും മനോഹരമായും അടുക്കോടെയും ചിട്ടയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും പിന്നെ നേതൃപാഠവത്തോടും കൂടി അത് കൈകാര്യം ചെയ്തു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരാളെ രണ്ടാമത്തെ പണി നമ്മൾ ഏൽപ്പിക്കല്. ഒരാൾക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു, അതിൽ അയാൾ ഫെയിലിയർ ആണെങ്കിൽ അയാളെ രണ്ടാമത്തെ വേറെ പണി ഏൽപ്പിക്കില്ല, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. അയാൾക്ക് രണ്ടാമത്തെ പരിപാടിയും കൊടുത്തു, അയാൾ പിന്നെ ചരിത്ര കോൺഗ്രസിൻ്റെ കൺവീനറായിട്ട്. അപ്പോൾ സതീഷ് ഇപ്പോൾ കളിക്കുന്നത് ഒരു ചീപ്പ് കളിയാണ്. മാത്രമല്ല അവിടെ എൻ ഡി എയുടെ ഭാഗമായിട്ട് BJPക്ക് അല്ല സീറ്റ്. അവിടെ 2020 ഒരു സിനിമാ നടിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ BJP ഏറെ പ്രതീക്ഷ വെച്ച് നിന്നൊരു മണ്ഡലമാണ്. അവിടെ മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുത്തതാണ്. അങ്ങനെ പിടിച്ചെടുത്തൊരു സ്ഥലത്ത് 2020 സീറ്റ് കൊടുക്കുകയും 2020 ഇവർ നോക്കി വെച്ച ഒരുപാട് സീറ്റുകൾ കൊടുക്കുകയും ചെയ്തു. ഉദാരമായ സംഭാവന കൊടുക്കുകയും ചെയ്തത് സാബു എം ജോക്കപ്പിന്. അങ്ങനെ കൊടുക്കുകയും ചെയ്ത സമയത്ത് അവിടെ ഒരു മത്സരത്തിന് പറ്റിയൊരു കാൻഡിഡേറ്റിനെ അല്ലാതെ ഇങ്ങനെ സിനിമാ നടിനെ പോലും ഞാനൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇപ്പം ഞാൻ സിനിമ അധികം കാണാത്തതുകൊണ്ടാവും. നമുക്ക് ഈ നല്ല അഭിനയശേഷിയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ നോക്കി വെക്കാറുള്ളൂ. അല്ലാത്തവരൊന്നും നോക്കി പുതുമുഖ നടിമാരിൽ എല്ലാവരെയും ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. കഴിവുള്ളവരെ ശ്രദ്ധിക്കാറുമുണ്ട്. പിന്നെ സിനിമകളിൽ കുറവായതിൻ്റെ കുഴപ്പമായിരിക്കും, ഞാനത് പിന്നെ പ്രേക്ഷകർ ക്ഷമിക്കുക. അങ്ങനെ വന്നപ്പോൾ ഈ സിനിമാ നടിയൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പം അവിടെ എൻ ഡി എയുടെ സാധ്യത മങ്ങുകയാണ്. എൻ ഡി എയുടെ സാധ്യത മങ്ങുമ്പം ഈഴവ വോട്ടുകൾ നിർണായകമായ SNDP ശക്തമായ ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും KN ഉണ്ണികൃഷ്ണൻ വന്ന് നിൽക്കുമ്പം ആ മണ്ഡലത്തിലെ വൻ ഭൂരിപക്ഷത്തിന് ഒരു ചരിത്ര റെക്കോർഡുണ്ട്. പക്ഷേ കെ ബാബുവിന് കിട്ടിയതിനേക്കാൾ കെ ബാബു 2016 തോറ്റു, 2021 കുറഞ്ഞ വോട്ടുകൾക്ക് ജയിച്ചതാണ്. സ്വരാജായിട്ട് കേസുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. കെ ബാബു മാറുന്ന സമയത്ത് കെ ബാബു പിന്നെ എം ലിജുവിനെ പ്രപ്പോസ് ചെയ്തെടുത്ത് സതീശൻ കൊണ്ടുപോയിട്ട് കുളം കലക്കിയിട്ട് നിലവിൽ ഡെപ്യൂട്ടി മേയറായ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടുക. ആലോചിച്ച് നോക്കൂ, ആ ഡെപ്യൂട്ടി മേയറെ പേരെ കണ്ടെത്താമെന്ന് പറയാം ഇയാളിവിടെ ജയിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ദീപക് ജോയി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഡിവിഷനിലും ഇലക്ഷൻ നടക്കണ്ടേ? ഇതിൻ്റെയൊക്കെ അധികഭാരം ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ. അപ്പോൾ എന്തായിരുന്നാലും സതീശൻ ഒരു ചീപ്പ് ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് അർഹനായ ഒരാളെന്ന് പറയുന്നത് എം ലിജു ആണ്. പിന്നെ അതിൽ എം ലിജു എന്ന വാക്കല്ലാതെ മറ്റൊരു പേര് അവരവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം VD സതീശനാണ്.